എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എല്ലാ സന്തോഷത്തിലാണെന്ന്, അല്ലേ? ഒന്നില്ലെങ്കിൽ സാമ്പത്തികം, ശാരീരികം, മാനസികം, വീട്ടിൻ്റെ അവസ്ഥകൾ, ഭാര്യ വീട്ടുകാരെന്നുള്ള പ്രശ്നം ഭർത്താവ് അനുഭവിക്കുന്നു, ഭർത്താവ് വീട്ടുകാരെന്ന് അനുഭവിക്കുന്നത് ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും അനുഭവിക്കുന്ന മാനസിക വൈകാരിക വിഷമങ്ങൾ, ഭർത്താവ് ഇതിനിടയിൽ ഒരു തെങ്ങിൻ്റെ മട്ടിൽ ചവിട്ടിയോല അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിന് നിൽക്കണം, ഭാര്യയെ ഒഴിവാക്കാൻ പറ്റൂല, അങ്ങനെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂല, ഉപ്പനെ ഒഴിവാക്കാൻ പറ്റൂല, ഇതെല്ലാം അനുഭവിക്കുന്ന ഭർത്താവ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ സാമ്പത്തിക പ്രശ്നം, കുട്ടികളുടെ പഠനങ്ങൾ, കുട്ടികൾ തിരിച്ചു തരാത്ത പ്രശ്നങ്ങൾ, മകൻ്റെ പ്രശ്നം, മകളുടെ പ്രശ്നം, ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒന്നൊന്നൊന്നായി നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കണവരാ. പിന്നെ അതെല്ലാം നമ്മൾ അതിജീവിക്കണം എങ്ങനെയാ? ചിരിച്ചിട്ടും നല്ല വസ്ത്രം ഇട്ടിട്ടും ഹായ് ഹോയ് പറഞ്ഞിട്ടും ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ടും ഒന്നുമില്ലടി ഒക്കെ ശരിയാവും ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ ജീവിക്കുക, ഞാൻ നിങ്ങളൊക്കെ, അല്ലേ? അപ്പോൾ കാലം ഇങ്ങനെയാണ്. ഒരു കട്ടിൽ കിടക്കണ ഭർത്താവിന് പോലും ഭാര്യയോട് സംസാരിക്കാനൊന്നും സമയമില്ല. നമ്പൂരി പറയണ പോലെ ഒരു കട്ടിൽ കിടക്കണേ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല, മിണ്ടാൻ സമയമില്ല, ഒന്നിനും സമയമില്ല എന്ന്. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയോട്, മുത്തേ നീങ്ങി കിടക്കടി എന്ന്. ഭാര്യ കേൾക്കണില്ല, ഭാര്യയുടെ ചെവിയിൽ ബഡ്സാണ്. ഭാര്യ ഇങ്ങനെ റീൽസ് കാണുന്നുണ്ട്, ഇങ്ങനെ ഭാര്യ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭർത്താവ് അപ്പുറത്ത് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യ കുക്കറി പരിപാടിയൊക്കെ കണ്ടോണ്ടിരിക്കും, ഇങ്ങനെ തോണ്ട് അപ്പെല്ലാം റീൽസ് ആണല്ലോ കാണുക, പൊട്ടിച്ചിരിക്കുക, അപ്പുറത്ത് ഭർത്താവും പൊട്ടിച്ചിരിക്കണു. അങ്ങനെ ചിരിച്ച് ഭർത്താവ് നിലത്ത് പോകാറായപ്പം ഭർത്താവ് ഇങ്ങനെ തള്ളുന്നുണ്ട്, ഭാര്യനെ ഇങ്ങനെ തള്ളുന്നുണ്ട്, നീങ്ങി കിടക്കാൻ പറഞ്ഞു. കേൾക്കണ്ടേ? അവസാനം ഭർത്താവ് ഗതി കെട്ടിട്ട് ഒരു മെസ്സേജ്, മുത്തേ ഒന്ന് നീങ്ങി കിടക്കടിയെന്ന്. അപ്പോൾ ഭാര്യ തിരിച്ചൊരു മെസ്സേജ്, സോറിയുടെ കുട്ടാ എന്ന് പറഞ്ഞ മെസ്സേജ് ആക്കിട്ട് എന്നിട്ട് ഭാര്യ ഒന്ന് നീങ്ങിക്കിടന്നു ഇങ്ങനെ, അല്ലേ? അപ്പോൾ ഒരു കട്ടിലിൽ പോലും ഭാര്യയ്ക്കും ഭർത്താവിനും ആശയവിനിമയം നടത്താൻ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൽ 2 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ഈ ഇലക്ട്രോണിക് ഡിവൈസ് വന്നിട്ട് ആണ് പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നത്, അല്ലേ? ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യമായ ഘടകം ഏതാന്ന് ചോദിച്ചാൽ ഇതാണ്. ഞാൻ കഴിഞ്ഞ മാസം കസാഖിസ്ഥാനിലായിരുന്നു. 7 വർഷം അവിടെ കസാഖിസ്ഥാനിൽ AIM+ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുത്ത കസാഖിസ്ഥാൻ അംബാസിഡർ ആ വേദിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് കുട്ടിയോട് ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു, ലഹരിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വന്ന കൂട്ടത്തിൽ അതിനകത്ത് സാന്ദ്രമേടെ ചോദിച്ചു, ശരി ഇങ്ങനെയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ബി ഡൺ നൗ? അപ്പോൾ അതിനകത്തൊരു കുട്ടി എഴുന്നേറ്റത് പറഞ്ഞൊരു ചോദ്യം ഉണ്ട്, എന്നോട് പറഞ്ഞ ചോദ്യമാണ്. അവൾ പറയുകയാണ്, അപ്പോൾ അതിനിടെ അത് കഴിഞ്ഞ ശേഷം സംഭാഷണത്തിനിടെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് തിരിച്ചും കൊണ്ടൊരു ചോദ്യം ആ കുട്ടി ചോദിക്കുകയാണ്, സർ നിങ്ങൾ ഒരുപാട് വേദികൾ ക്ലാസ് എടുക്കുന്നില്ലേ, ഒരുപാട് രാജ്യങ്ങൾ പോയി എന്നൊക്കെ പ്രൊഫൈലിലൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി. ഇതിൻ്റെ റിസൾട്ട് എന്താണ്, വിജയമുണ്ടോ ചോദിച്ചു. അപ്പം ആ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അങ്ങനെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആ വേദിയിൽ നിന്ന് ചോദിക്കുകയാണ്, 3050 വേദികളിലും ലഹരിക്കെതിരെ ഗിന്നസ് ബുക്കിൽ നിങ്ങളുടെ പേരുകളൊക്കെ ഇടം നേടി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ റിസൾട്ടിൽ നിങ്ങൾ സംതൃപ്തനാണോ? ആർ യു ഹാപ്പി? പക്ഷെ ഹാപ്പിയല്ല. ഒരു ദിവസം ഒരു 10-20 ഫോൺ കോളുകൾ എനിക്ക് വരും, അമ്മമാരുടെ വിദേശത്തൊക്കെ വരും. ഇവരെല്ലാം പറയുന്നത് മക്കളെക്കുറിച്ചുള്ള ആശങ്കകളും ആദികളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുക. ശരിയല്ലേ? ഇതെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുക. ഇത്രയും കാലം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എടുക്കുന്നില്ലേ, ഒരുപാട് വേദികളിൽ നിങ്ങൾ ക്ലാസ് എടുത്തില്ല, എന്താ റിസൾട്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ശരിയാണ്, നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയല്ല. പിന്നെ വേറെ ചോദ്യം ചോദിച്ചു കൂട്ടത്തിലാണ് ചോദിച്ചത്, ലോകത്തിൽ ഏറ്റവും വലിയ ലഹരി വസ്തു എന്താ ചോദിച്ചു, പദാർത്ഥം ചോദിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, നല്ല രീതിയിൽ പറഞ്ഞു. മെത്താഫിറ്റമിൻ, എക്സ്റ്റസി, മാൻഡി, മോളി, 3,4 മെത്തലിൻ, ഡയോക്സി, മത്താംഫിറ്റമിൻസ്, അതുപോലെ ബ്രൗൺ ഷുഗർ, കൊക്കൈൻ, ആഷ് ഷുഗർ, പല പേരുകളൊക്കെ പറയുന്നുണ്ട്, പലരും പറഞ്ഞു. പക്ഷേ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, ഇനി അടുത്ത ലഹരി വസ്തു എന്താണെന്ന് ചോദിച്ചു. വസ്തു പദാർത്ഥങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി വസ്തു എന്താണെന്ന് ചോദിച്ചു. അതിൽ ഒരു കുട്ടി പറഞ്ഞു മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ ലഹരി വസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വർത്തമാനം പറച്ചിലാണ്. ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ ലഹരി വസ്തുവാണോ? ശരിക്കും മൊബൈൽ ഫോൺ നമ്മളെ മക്കൾക്ക് ലഹരി വസ്തുവായി മാറുന്നുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട് അല്ലേ? ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം 2,16,000 രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ്. അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് 2,62,000 രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ്. ഞാൻ ഏകദേശം ഒരു 70 ലക്ഷം രൂപ ഏകദേശം ഒരു 3 years കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ റീൽസുകൾ, എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്, 100 SIമാരുണ്ട് പല സ്റ്റേഷൻ. അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല,
ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക്കില്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റിൽ പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ കത്തിക്കയറുന്നൊക്കെ പറയും. ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും, എടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക, മടുത്തണമെന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 മന്ത് വരെ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരുന്തമണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേര് എന്നോട് പറയും, സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട്, ഞങ്ങളിൽ വിഷമമുണ്ട് എന്നൊക്കെ പലരും പറയും. പക്ഷേ മനസ്സുകൊണ്ട് ഇപ്പോഴും ഞാൻ പോലീസുകാരനാണ്. മനസ്സുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു പോലീസുകാരനുണ്ട്. ഈ പ്രൊഫൈൽ ഏകദേശം ഒരു 6 മാസത്തെ പ്രൊഫൈലാണ്. ഞാൻ അത് കട്ട് ചെയ്യാൻ മറന്നു. അയച്ചു കൊടുത്തത് 2ാമത്തെ പ്രൊഫൈൽ, പുതിയ പ്രൊഫൈൽ അയക്കാൻ മറന്നു. അതാണ് അവിടെ പ്ലേ ചെയ്തത്. ഞാൻ ഭാഗ്യം പറയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ വലിയ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ളവരൊക്കെ പറയും ഇപ്പം ഇഷ്ടം പോലെ പൈസയല്ലെന്നൊക്കെ. ഞാനൊരു വേദിയിലൊക്കെ നല്ല പൈസ വാങ്ങും. അപ്പോൾ ഞാൻ ദുബായിൽ പോയിട്ട് അവിടെ 6 ദിവസത്തെ പരിപാടി കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ വാങ്ങി പോക്കറ്റിട്ട് വന്ന ആളാണ്. പിന്നെ രാവിലത്തെ പരിപാടിക്ക് 40,000 വാങ്ങി പോക്കറ്റിട്ട്, ഇവിടുത്തെ പരിപാടിക്ക് ഞാൻ വാങ്ങി പോക്കറ്റിലിടും. ഒരു നാളവും ഇല്ലാതെ ഞാൻ പോകും. ഒരു ദിവസം ഒരു 1 lakh മിനിമം ഒരു 80,000 രൂപ പെർ ഡേയിൽ എൻ്റെ വരുമാനമുണ്ട്. എൻ്റെ മാനുവൽ വരുമാനമുണ്ട്. സോഷ്യൽ മീഡിയ വരുമാനം പറഞ്ഞാൽ 2 lakhs വേറെ ഉണ്ട്. ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കി 3 കോടി സംതിങ് രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഞ്ചേരി അവിടെ നമ്മുടെ SBT ബാങ്കിനകത്തുണ്ട്. അത് ഓഡിറ്റബിളാണ്, ട്രാൻസ്പെറൻറ്റബിളാണ്, അത് കണക്കുള്ളതാണ്. ആരോടും കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ ശബ്ദവും എൻ്റെ പ്രഭാഷണവും എൻ്റെ വായനയും എൻ്റെ പദസമ്പത്തിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കുമല്ല, എൻ്റെ ആർഭാടം നയിക്കാനൊന്നുമല്ല. 2027-28 മലപ്പുറം ജില്ലയിൽ എനിക്കും മകേഷിനും ഇവിടെ തീർത്തും സൗജന്യമായിട്ട് ഒരു അഡിക്ഷൻ സെൻറ്റർ, സൗജന്യമായിട്ടുള്ള അഡിക്ഷൻ സെൻറ്റർ, ഏറ്റവും ആഡംബര അഡിക്ഷൻ സെൻറ്റർ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അത് ആരുടെയും പൈസ വാങ്ങാതെ, ആരുടെയും പിരിവ് വാങ്ങാതെ, ഒരു തരത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഉണ്ടാക്കണമെന്നുള്ള സത്യസന്ധമായൊരു ആഗ്രഹത്തിൻ്റെ ഒരു ഓട്ടത്തിലാണ്. ആ ഓട്ടം വളരെ പെട്ടെന്നാണ്. 2007 5,01,000 രൂപ കൊച്ചി ചിറ്റപ്പള്ളി സാറ് എനിക്കും മകേഷൻ തന്ന പൈസയാണ്. ആ സോഷ്യൽ എക്സലൻ്റ് അവാർഡ് എടുത്തുകൊണ്ടാണ് ഒരു യാത്ര തുടങ്ങിയത്. വളരെ വേഗത്തിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ സംഭാഷണത്തിനകത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് എന്നെ കാണുകയും കേൾക്കുകയും ഷെയറും ഒക്കെ ചെയ്താൽ കുറച്ചും കൂടെ പൈസ കൂടിക്കോളും. അത് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അപേക്ഷ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ പേജുകൾ കാണുകയൊക്കെ ചെയ്യുക എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് എന്നെ ഫിലിപ്പ് മമ്പാട് എന്ന പേരിലേക്ക് എന്നെ പരിവർത്തനം ചെയ്തത്. കാരണം ഞാൻ മഴവിൽ മനോരമയിൽ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ആ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ SMS എനിക്ക് കിട്ടിയത് GCC കൺട്രികളിൽ നിന്നാണ്. 75.5% SMS ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയുള്ളൂ. 4ാം സ്ഥാനത്തേക്ക് ഞാൻ മാറി. കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ അവിടുന്ന് പൊതു ഇടങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് സംഭാഷണ വേദികളിലേക്കും പ്രസംഗ വേദികളിലേക്കൊക്കെ വഴിമാറി. കുറച്ചും കൂടെ പുസ്തകങ്ങളെയും കുറച്ച് ആധികാരികമായി മതഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ശ്രമം നടത്തിയപ്പോഴൊക്കെ മനസ്സിലായി, ഈ മണ്ണിൽ എന്തിനും ഏതിനും പരിഹാരമുണ്ട്. നമ്മളൊന്ന് സാഗൂതം ചില കാര്യങ്ങളെ വീക്ഷിച്ചാൽ മാത്രം മതി. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരമുണ്ട്. നോക്ക്, ലോകത്തെ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആരാന്നറിയാമോ? ഞാനാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഞാനാണ്. ഞാൻ എൻ്റെ വിഷമങ്ങളെ പുറത്ത് കാണിക്കാറൊന്നുമില്ല. പക്ഷേ ആ വിഷമങ്ങളുടെ കൂടെ ഞാൻ സഞ്ചരിക്കാറുമില്ല. ഞാൻ കുറച്ച് ബിലീവ് മൈൻഡുള്ള ആളാണ്. ഇന്നലെ ഞാൻ സത്യത്തിൽ എനിക്ക് വലിയ സങ്കടം. ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ താമസിക്കുന്ന എത്യാദ് ടവേഴ്സ് ഉണ്ട്, 76 നിലകളുള്ള UAE ആ കോൺട്രയാഡ്, ആ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ആ ശീതീകരിച്ച മുറിക്കകത്ത് അവിടെ ഫൈൻവേ ട്രാവൽസിൻ്റെ സാരഥികളുമായിട്ട് ഞാൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ വലിയത്തിൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ വന്നുപോയി. ഞാൻ എൻ്റെ പ്രതീക്ഷകളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്തിലേക്ക് നടക്കാൻ നമുക്ക് പറ്റുമെന്ന് നമ്മുടെ ജീവിതം നമ്മളെ കാണിച്ചു തന്നതാണ് പലപ്പോഴും. അതിനൊക്കെ ബിലീവ് മൈൻഡാണ്. നമുക്ക് എന്താണ് നമ്മൾ അൾട്ടിമേറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ ദിവസവും നമ്മൾ ബിലീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് നടക്കും തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ബിലീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒതുങ്ങുന്നുണ്ട്,
നമ്മുടെ ഉമ്മ ഉപ്പ മക്കൾ പഠനം വീട് കാര്യങ്ങൾ കടങ്ങൾ ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആ ഫോക്കസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് പലപ്പോഴും നമ്മൾ മാനസികമായിട്ടും അതിന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകരും അല്ലേ. റിസൾട്ട് മക്കളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പം ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തകരും ഡെഫിനറ്റ്ലി. ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. ഇത് നിങ്ങൾക്ക് എവിടെയും വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരികളല്ല, അത് ഫിലിപ്പമ്മയുടെ മാത്രം വരികളാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉരുകേണ്ടത്. അവർക്ക് വേണ്ടി ഉരുകി ജീവിക്കുന്നത് കണ്ട് നിങ്ങളുടെ മക്കൾ വളർന്നാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷമാവും.